നമസ്കാരം. ഞങ്ങളൊരു അന്വേഷണത്തിൻ്റെ പാതയിലാണ്. ചരിത്രം എഴുതപ്പെടുന്നവരുടെ മനോഗതി അനുസരിച്ച് മാറ്റിമറിക്കപ്പെടുന്നുണ്ട്. നമ്മുടെ ഇന്ത്യയിൽ ചരിത്രത്തിൻ്റെ ഗതിയും അങ്ങനെ തന്നെയാണ്. പല യഥാർത്ഥ ചരിത്രങ്ങളും നമ്മൾ അറിയപ്പെടാതെ പോകുന്നുണ്ട്. ഞങ്ങളൊരു ചരിത്രത്തിൻ്റെ അന്വേഷണ പാതയിൽ ഞങ്ങൾ വന്നെത്തിയിരിക്കുന്നത് വായ്പൂരാണ്. ഞങ്ങളുടെ യാത്ര വാപൂരിനെ തേടിയാണ് ഞങ്ങൾ വന്നത്. ശബരിമല ശാസ്താവിൻ്റെ താഴെ നിൽക്കുന്ന വാപൂരിൻ്റെ കുറിച്ചുള്ള അന്വേഷണത്തിൽ ഞങ്ങൾ എത്തി നിൽക്കുന്നത് വായ്പൂരാണ്. വായ്പൂരിൽ നമുക്കൊരു ചേട്ടനെ പരിചയപ്പെടാം. അദ്ദേഹം വളരെ ദീർഘകാലമായി സർക്കാർ ഉദ്യോഗസ്ഥനായിരുന്നു. അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മകനും ഇത് സംബന്ധിച്ച് കുറേ ഗവേഷണം നടത്തിയിട്ടുണ്ട്. നമുക്ക് ഈ വാപൂരിനെ കുറിച്ച് യഥാർത്ഥത്തിൽ വാപരനാണോ എന്നുള്ളതിനെക്കുറിച്ച് വലിയ ചർച്ചകൾ ഇപ്പം നടക്കുന്നുണ്ട്. ഇരുഭാഗത്തു നിന്നും വലിയ പോർവിളികളാണ് നടക്കുന്നത്. അപ്പം യഥാർത്ഥത്തിൽ വാപരനാണ് ശരിയെന്ന് നമ്മൾ തിരിച്ചറിയുമ്പോൾ നമ്മുടെ ചരിത്രം എത്രമാത്രം മൂടപ്പെട്ടു എന്നുള്ളത് നമ്മളൊരു യാഥാർത്ഥ്യബോധത്തോടു തന്നെ നമുക്കിതിനെ അംഗീകരിച്ചേ മതിയാകൂ. അങ്ങനെ മൂടപ്പെട്ട ചരിത്രത്തെ അനാവൃതമാക്കുന്ന ഒരു കടമയിലേക്കാണ് ഞങ്ങളുടെ ഈ യാത്ര. നമുക്ക് ആ ചേട്ടനിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. നമസ്കാരം. നമസ്കാരം. ചേട്ടൻ്റെ പേരെന്താ? ചന്ദ്രശേഖരൻ നായർ. നേരത്തെ ഗവൺമെൻറ് സർവീസായിരുന്നു. ഗവൺമെൻറ് സർവീസിലായിരുന്നു. 2003 മെയ്യിൽ പെൻഷൻ. ചേട്ടൻ്റെ മോനും ഒരു ഇതേക്കുറിച്ച് കുറേ ഗവേഷണം നടത്തിയിട്ടുണ്ടോ? എൻ്റെ മകന് ദിനേശ് കുമാർ എന്ന് പറയും. ഇതേപ്പറ്റിയൊക്കെയുള്ള അന്വേഷണത്തിൽ അവിടെ നിന്നാണ് ഞങ്ങളുടെ തുടക്കം. അദ്ദേഹത്തിൻ്റെ പഠിച്ചിട്ടുണ്ട്. കുറേ കാര്യങ്ങളൊക്കെ ഇതിൻ്റെ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അതിൽ യഥാർത്ഥത്തിൽ ശരിക്കും ഈ മഹാദേവ ക്ഷേത്രമാണല്ലോ ഇത്. മഹാദേവ ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള വലിയച്ഛനല്ലേ, ഭൂതനാഥ വലിയച്ഛൻ. അത് ഈ വാപുരൻ ഒരു എന്ന് നമുക്ക് പറയാം. വാപുരൻ്റെ വാപുരൻ ആണോ എന്ന് രേഖകളൊന്നും പറയാൻ പറ്റില്ല. ആണോ അല്ലയോ അത് തർക്കമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. എങ്കിലും വാപുരൻ എന്ന് പറയുന്ന ഒരു ശിവഭൂതമാണ്. ശിവന്റെ ഭൂതഗണങ്ങളിൽപ്പെട്ടതാണ്. ഒരു ഒരു യോദ്ധാവ്, ഒരു അങ്ങനെയുള്ള ഒരു ശിവഭൂതം. ഇവിടുത്തെ പ്രതിഷ്ഠയുടെ പ്രത്യേകത തന്നെ. പ്രതിഷ്ഠയ്ക്ക് എന്നാ പ്രത്യേകത? ഇവിടുത്തെ ഈ ഭൂതനാഥ വലിയച്ഛൻ്റെ പ്രതിഷ്ഠയ്ക്കുള്ള പ്രത്യേകത എന്നാ? ഈ ക്ഷേത്രത്തിൽ ഇപ്പം അകത്തെ ശിവപ്രതിഷ്ഠ പോലെ തന്നെ ഇതും പുരാതനമായിട്ടുള്ള പ്രതിഷ്ഠയാണ്. ഇവിടെ എന്ത് കാര്യങ്ങൾ പുരാതനമായിട്ട് നടന്നിട്ടുള്ളത്, പിന്നെ പല അതിശയം തോന്നിക്കുന്ന പല കാര്യങ്ങളും ഇവിടെ നടന്നിട്ടുണ്ട്. ഇവിടുത്തെ ക്ഷേത്രത്തിൽ തൊഴാൻ വരുന്ന എല്ലാവരും തന്നെ അകത്ത് വഴിപാട് നടത്തുന്നത് പോലെ തന്നെ ഇവിടെയും ഈ നടയിലും വഴിപാട് നടത്തണം. ഏറ്റവും പ്രധാന വഴിപാട് കരിക്കാണ്. ഞാൻ ചോദിക്കുന്നതല്ല, ഇവിടുത്തെ പ്രതിഷ്ഠയുടെ സ്വഭാവം, അതിൻ്റെ വാളും പരിചയമൊക്കെ വെച്ചാണ് നല്ല ഒരു യോദ്ധാവിൻ്റെതായിട്ടാണ് പ്രതിഷ്ഠ കാണുന്നത്. തലപ്പാവുണ്ട്. പിന്നെ വലത്ത് കയ്യിൽ ഒരു ഗദയുണ്ട്. ഇടത്ത് കയ്യിൽ ഒരു കീഴോട്ടാണ് പിടിച്ചിരിക്കുന്ന ഒരു ആയുധമുണ്ട്. ഈ ആയുധങ്ങളൊക്കെ ഇത് ഉണ്ട്. യോദ്ധാവായിരുന്നു. അതുകൊണ്ട് നല്ലൊരു യോദ്ധാവാണ്. അപ്പോൾ ഇത് ഈ വാപുരൻ ഉദ്ദേശിക്കുന്ന ഒരു നായർ പടയാളിയാണോ? അയ്യപ്പനെ സഹായിച്ച ഒരു നായർ പടയാളിയല്ലേ? അയ്യപ്പനെ സഹായിച്ച കൂട്ടത്തിലുള്ള കൊച്ചു കടുത്ത, വലിയ കടുത്ത, വാപുരൻ ഇവർ അയ്യപ്പൻ്റെ അംഗരക്ഷകരായിട്ട് ഉണ്ടായിരുന്നതായിട്ട് കേട്ടിട്ടുണ്ട്. രേഖകൾ അതിന് ഉണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ പറ്റും. നമുക്ക് ഈ ചരിത്രമാക്കി വെക്കുന്ന, രേഖകളാക്കി വെക്കുന്ന സ്വഭാവം നമുക്ക് പൊതുവില്ലല്ലോ, നമ്മളൊക്കെ ഇല്ല. അങ്ങനെ ഒരു കുഴപ്പം ഇവിടെ പറ്റിയിട്ടുണ്ട്. പിന്നെ വാവടിയായിട്ട് പറഞ്ഞ് പോകുന്നതേ ഉള്ളൂ. പിന്നെ എൻ്റെ കയ്യിൽ ശാസ്ത്രപൂജാകൽപ്പമെന്ന് ഒരു വളരെയധികം വർഷങ്ങൾക്ക് മുൻപ്, ഏതാണ്ട് 1140 മുമ്പ് പബ്ലിഷ് ചെയ്തൊരു പുസ്തകമുണ്ട്. അതിൻ്റെ പേജുകളൊക്കെ ദ്രവിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും അതിൽ എൻ്റെ കൈവശമുണ്ട്. അതിൽ വാപുരൻ ആണെന്നും അയ്യപ്പൻ്റെ അംഗരക്ഷകനായിട്ട് വിട്ടിട്ടുള്ളതായിട്ടും അതിൽ പറയുന്നുണ്ട്. ആ പുസ്തകം അതിൽ അതിവിടെ നിന്നല്ല, തിരുവനന്തപുരം
തിരുവനന്തപുരത്തുള്ള ഒരു പ്രസിദ്ധീകരണമാണ് നടത്തിയിട്ടുള്ളത്. ജയചന്ദ്ര പബ്ലിക്കേഷൻ. ജയചന്ദ്ര. അത് ഇപ്പോൾ അതുണ്ടോ എന്ന് തന്നെ അറിയത്തില്ല. ഏതായാലും ആ പുസ്തകം എൻ്റെ കയ്യിലുണ്ട്. അതിനകത്ത് ബാബുരനെ സംബന്ധിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ബാബുരൻ്റെ മൂലമന്ത്രവും അതിൽ പറയുന്നുണ്ട്. ശബരിമലയിലെ ഈ മാളികപ്പുറത്തിൻ്റെ അടുത്ത് ബാബുരൻ്റെ പ്രതിഷ്ഠ ഉണ്ടായിരുന്നു. ബാബുരൻ്റെ പ്രതിഷ്ഠ കൊച്ചു കടുത്തയുടെയും വലിയ കടുത്തയുടെയും ഒക്കെ പോലെ തന്നെ മാളികപ്പുറത്തായിരുന്നു എന്നാണ് അതിനകത്ത് പറയുന്നത്. വടക്ക് മാളികപ്പുറത്തിന് വടക്കായിട്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പം പക്ഷേ അവിടെ നമ്മൾ ചെല്ലുന്ന ഭക്തർക്ക് 18-ാം പടിക്ക് വലത്ത് വയസ്സായിട്ട് അവിടെ നേരെ ചെല്ലുന്ന വഴിയിലാണ് ബാബരെന്ന് പറഞ്ഞ ബാബരൻ ആണോ ബാബരനാണോ അറിയത്തില്ല. ബാബരെന്ന് പറയുന്ന അവരിയ്ക്കുന്ന അവിടെയാണ്. നമുക്ക് നമ്മുടെ ചരിത്രങ്ങൾ, നമ്മുടെ ഐതിഹ്യങ്ങളൊക്കെ ഈ ഒത്തിരിയും കൃത്യമായ നമ്മളെ രേഖപ്പെടുത്താത്തതുകൊണ്ട് അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പം നമ്മൾ കൊച്ചുസമ്മൻ ശരിക്കും പറഞ്ഞാൽ ശബരിമല വന്നൊരു കോൺട്രാക്ടറാണ്, കരാറുകാരനാണ്. അപ്പോൾ അതിന് പിന്നെ ഒരു ആർക്കരാമോഹരനൊരു പാട്ട്, കൊച്ചുതമ്മൻ സ്വാമിയുണ്ട്, കൂട്ടുകാരുണ്ട്, ഇഷ്ടതോരം ബാബരുണ്ട്, അങ്ങനെ പാട്ടം എഴുതി. അപ്പോൾ ഈ കൊച്ചുതമ്മൻ അന്നേരത്തേക്കും അയ്യപ്പൻ്റെ സന്തത സഹചാരിയായി ചിത്രീകരിക്കപ്പെട്ടു, ഭക്തനുമായി. അപ്പോൾ ഒരു ശബരിമലയായിട്ട് യാതൊരു ബന്ധവുമില്ല. ശബരിമല തീപിടുത്തത്തിന് ശേഷം വന്നൊരു കോൺട്രാക്ടർ, ഒരു കരാറുകാരൻ മാത്രമാണ്. അത്രേ ഉള്ളൂ. അപ്പോൾ അദ്ദേഹം അയ്യപ്പൻ്റെ അടുത്ത ആളാണ് സന്തത സഹചാരി. നമ്മുടെ ചരിത്രത്തെ, നമ്മുടെ വിശ്വാസങ്ങളെയും വക്രീകരിക്കുന്ന ഒരു സ്വഭാവമാണ് കാണുന്നത്. അതിങ്ങനെ വെറുതെ എഴുതി പോകുന്നതായിരിക്കും, പക്ഷേ അതൊക്കെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായി മാറുന്നൊരു പ്രത്യേക കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ ഒരു അന്വേഷണം, ബാബരെക്കുറിച്ചുള്ളൊരു അന്വേഷണം ഇങ്ങനെ കുറച്ച് കാലമായിട്ട് ഇങ്ങനെ ബാബരെ തപ്പി ഞങ്ങളിങ്ങനെ നടക്കുക. അപ്പോഴാണ് നമ്മളിങ്ങനെ ഒരു പ്രതിഷ്ഠയെക്കുറിച്ച് നമ്മളിങ്ങനെ അറിയുന്നത്. ഭൂതദാൻ വെല്ലിച്ചത് ഏതായാലും നല്ല ഒരു യോദ്ധാവായിട്ടുള്ള എരുമേലിയിൽ ബാബുരന് പ്രതിഷ്ഠയുണ്ട്. ഈ ശാസ്താവിൻ്റെ ഒരു ഭൂതകനാണല്ലോ ബാബുരെന്ന് പറയുന്നുണ്ടല്ലോ. എരുമേലിലുണ്ടായിരുന്നോ? അങ്ങനെ പറഞ്ഞു കേട്ടുണ്ടോ? ഇല്ല, അതേപ്പറ്റിയൊന്നും. എരുമേലിൽ അയ്യപ്പൻ്റെ കൂടെ അവിടെ ഈ മഹിഷി മർദ്ദനമൊക്കെ വേളയിൽ അയ്യപ്പൻ്റെ കൂടെ ഉണ്ടായിരുന്നതായിട്ട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പിന്നീട് ശരിക്കും പറഞ്ഞാൽ ഈ ബാബരൊക്കെ അതിന് ശേഷം വന്ന അതിൻ്റെ ഒരു ചരിത്രം അതെന്നാ? അതിൻ്റെ ഒരു ഇപ്പോഴേ അവകാശികളെന്ന് പറയുന്ന അവർ ഈ പാരമ്പര്യമായിട്ട് ചികിത്സയുള്ള കക്ഷികളാണ്, വൈദ്യന്മാരായിരുന്നു. അത് പന്തളം കൊട്ടാരത്തിൽ എന്തോ രോഗത്തിന് ചികിത്സ ചെയ്തിട്ട് അവിടെ പന്തളം രാജാവ് കൽപ്പിച്ചു കൊടുത്തതായിട്ടൊക്കെ ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. രേഖയുണ്ടോന്ന് വെച്ചാൽ അറിയില്ല. അതുപോലെ അതൊന്നും അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ടതൊന്നും അല്ലല്ലോ. അല്ല, പന്തളത്തെ ഒരു രാജ്ഞിക്ക് അല്ലെങ്കിൽ അവിടുത്തെ ഒരാൾക്ക് അസുഖം മാറ്റി അത് അല്ലാതെ ശരിക്കും പറഞ്ഞാൽ അയ്യപ്പനുമായിട്ട് ബന്ധപ്പെട്ടില്ല. പിന്നീട് അവിടെ സാമ്പത്തിക ഉദ്ദേശമായിരിക്കാം, എന്തായാലും അവകാശം അവർക്ക് ഇങ്ങനെ ഈ ഇപ്പം പറഞ്ഞ് ബാബരെന്ന് പറയുന്ന അവർ ഈ വായ്പൂർ താമസിച്ചു. അവരുടെ ഇപ്പോഴത്തെ ബാബരായിട്ട് അവകാശമുള്ളവർ ഇവിടെ വായ്പൂർ അക്കരെ കോട്ടാങ്ങ പഞ്ചായത്തിൽ വായ്പൂർ ശാസ്താംകോയിക്കൽ എന്ന് പറയുന്ന ജംഗ്ഷൻ്റെ അടുത്താണ്. വായ്പൂരും മുസ്ലിം പള്ളിയുടെ വാതിക്കലായിട്ടാണ് അവർ താമസിക്കുന്നത്. ഇപ്പോൾ ഈ അവകാശം ഉണ്ടെന്ന് പറയുന്നവരുടെ കുടുംബം അവരവിടെ താമസിക്കുന്നതുകൊണ്ട് വാബര് മുക്കുന്ന ആളുകൾ പറയുന്നു. ഈ വാബരൻ്റെ ഏറ്റവും ഇളയ കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണൊരു മുസ്ലിമേക്കാരെ കല്യാണം കഴിച്ചു. അവരെന്നിട്ട് വായ്പൂർ വന്ന് താമസിക്കാൻ വന്നൊന്നും അങ്ങനെയും പറയപ്പെടുന്നില്ലേ? ഇങ്ങനെ പറയപ്പെടുന്നുണ്ട്, അതിനും രേഖകളൊന്നും ഉള്ളതായിട്ട് അറിയില്ല. വാമൊഴി ഇങ്ങനെ പറഞ്ഞു വരുന്നുണ്ട്. നമുക്കന്നേരം ഈ ഒരു അനുമാനത്തിൽ നമുക്ക് എത്താൻ പറ്റുന്നത് തന്നെയാണ് ശരിക്കും ശബരിമലയിൽ വാബുരനല്ലേ? വാബുരൻ തന്നെ നമുക്ക് പറയേണ്ട ഒരു ശബരിമല അവിടുത്തേത് വാബുരൻ തന്നെയാണ്. ഈ കടൽക്കൊള്ളക്കാരൻ ഉദയനെ തോർത്താൻ അയ്യപ്പനെ സഹായിച്ചവരാണ് വാബുരനും കൊച്ചുകടുത്തും വലിയകടുത്തുമൊക്കെ അല്ലേ? ഈ കടൽ കൊള്ള എന്നൊക്കെ പറയുമ്പോൾ നമ്മൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ടാവും. പത്തനംതിട്ട പത്തനംതിട്ട ജില്ലയിലെ കടലില്ല. പിന്നെ കടൽ കൊള്ളക്കാരൻ വന്നിങ്ങനെ ബാബുരനുമായിട്ട് ഏറ്റുമുട്ടിയെന്നൊക്കെ പറഞ്ഞാൽ അത് വിശ്വാസയോഗ്യമല്ല. ഇത് കിഴക്ക് എരുമേലിൽ മഹിഷി വധവുമായിട്ട് ബന്ധപ്പെട്ട് എരുമേലി പറയാം,
ആ എരുമേലിയിൽ നിന്ന് പമ്പയ്ക്കുള്ള പോക്ക് അതൊക്കെ പറയാം. പന്തളം രാജാവിൻ്റേതും അങ്ങനെ ഒക്കെ പറയാമെങ്കിലും മറ്റേത് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഉദയൻ ആക്രമിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് വിശ്വസിക്കാം. ഒരു അതിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത്രേ ഉള്ളൂ. കടൽക്കൊള്ളക്കാരൻ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും അല്ലേ? പത്തനംതിട്ട കടലുണ്ടോ? കടൽ കൊള്ളക്കാരൻ എന്നുള്ളത് വിശ്വാസയോഗ്യമല്ല. അല്ല. ആ ശരിയാ. അതൊക്കെ കൂടി ചേർക്കപ്പെട്ടതാണ്. അതൊക്കെ അങ്ങനെ ചേർക്കപ്പെട്ടതാണ്. അതെ. എനിക്ക് അങ്ങനെ ഈ ഉദയനെ കടൽക്കൊള്ളക്കാരൻ എന്നുള്ളത് നമുക്ക് മാറ്റി വെച്ചാൽ അങ്ങനെ മാറ്റി വെക്കട്ടെ. ഒരു സൈന്യാധിപനെന്നോ യോദ്ധാവെന്നോ ഒക്കെ പറഞ്ഞാൽ ഒരു അക്രമകാരൻ വേണം പറയാം. നമുക്കറിയാമല്ലോ, ഇപ്പം ഉദയൻ എന്ന് പറഞ്ഞ കൊള്ള സംഘത്തിനെ എതിരിടാൻ പോകുമ്പം ഒറ്റയ്ക്കല്ലല്ലോ പോകുന്നത്. അയ്യപ്പനാണെങ്കിലും ഒറ്റയ്ക്കും അല്ല. അപ്പം അയ്യപ്പൻ്റെ അംഗരക്ഷകരായിട്ട് ഏതാനും ഭടന്മാർ കാണും. ആ അംഗരക്ഷകരുടെ കൂട്ടത്തിലുള്ള ആൾ തന്നെയാണ് ബാബുരൻ. ഇവർ അതിനുശേഷം ഇവർ ശബരിമലയിലെ തീർത്ഥാടകരെ സഹായിക്കാൻ ഈ വാവരും കൊച്ചുകഴുത്തും വലിയ കഴുത്തൊക്കെ ശബരിമല തന്നെ നിന്നു എന്നല്ല പറയുന്നത്. അല്ല, അങ്ങനെയല്ല പറയുന്നുണ്ട്, കേട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് അങ്ങനെ ഈ ബാബുരനും ഈ കൊച്ചുകഴുത്തേടെയൊക്കെ പിന്നെ ദേവാലയങ്ങൾ ഇപ്പം മാളികപ്പുറത്തുണ്ടല്ലോ, അതേപോലെ മാളികപ്പുറത്തിന് വടക്കായിട്ട് ബാബുരനും നടയുണ്ടായിരുന്നതായിട്ടാണ് അന്ന് കേട്ടിട്ടുള്ളത്. അല്ല, അത് ഈ പുസ്തകത്തെ എവിടെയോ ഒരു പുസ്തകത്തിനകത്ത് പറയുന്നുണ്ടോ അല്ലേ? ഈ കുറുമാപ്പള്ളി നീലകണ്ഠൻ നമ്പൂതിരിയുടെ ഒരു പുസ്തകത്തിൽ അത് പരാമർശിച്ചിട്ടുണ്ട്. ആ പറഞ്ഞ പുസ്തകം ഒന്ന് കാണിക്കാമോ? എൻ്റെ കയ്യിലുണ്ടല്ലോ പുസ്തകം, മഹാശാസ്ത്ര പൂജ. ഒന്ന് കാണിക്കാമോ? അത് കാണിച്ച് അതിൻ്റെ ആ പറഞ്ഞ ശ്ലോകം ഒന്ന് വായിക്കാമോ? നമുക്കൊന്ന് കാണിക്കാമല്ലോ. ഇത് തിരുവനന്തപുരം ജയചന്ദ്ര ബുക്ക് ഡിപ്പോ, ചാല, തിരുവനന്തപുരം. അവര് പബ്ലിഷ് ചെയ്തിട്ടുള്ളതാണ്. ശ്രീ മഹാശാസ്തു പൂജാ കൽപ്പം, യോഗി ബാലദണ്ഡായുധപാണി സ്വാമികൾ പുസ്തകം രചിച്ചിരിക്കുന്നത്. ഈ പുസ്തകത്തിന്റെ 49-ാം പേജിൽ വലിയ കടുത്തസ്വാമിയെ പറ്റിയും കൊച്ചു കടുത്തസ്വാമിയെ പറ്റിയും ബാബറിനെ പറ്റിയും പറയുന്നുണ്ട്. അതിൽ വലിയ കടുത്തസ്വാമിയുടെയും കൊച്ചു കടുത്തസ്വാമിയുടെയും ബാബർ സ്വാമിയുടെയും മൂലമന്ത്രവും അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് ഓം ഖ്രും നമ കടുരവായ മഹാശാസ്ത്ര പരിവാരായ സ്വാഹ. അടുത്തത് കൊച്ചുകടുത്ത സ്വാമി മന്ത്രമാണ്. ഓം ഖ്രും നമഃ കടുരവായ മഹാശാസ്ത്ര പരിവാരായ സഹ ഭൈരവായ സ്വാഹ. അതാ വ്യത്യാസം അല്ലേ? അടുത്തതും ബാബുരമൂലമന്ത്രം. ഓം അംഗരക്ഷകായ മഹാശാസ്ത്ര പരിവാരായ ബാബുരായ സ്വാഹ. അതാണ് ബാബുരിൻ്റെ മൂലമന്ത്രം. അതെ, അതാണ് ബാബുരൻ്റെ മൂലമന്ത്രം. അത് ഒരു ഇതരമതസ്ഥനാകാൻ കാര്യമൊന്നുമില്ല. 208-ാം പേജിൽ, ഈ പുസ്തകത്തിൻ്റെ 208-ാം പേജിൽ 3-ാം ഖണ്ഡികയിൽ എടുത്തു പറയുന്നുണ്ട്, ബാബുരൻ മഹമ്മദീയനാണെന്ന് ചിലർ അന്ധവിശ്വാസമായി കരുതുന്നു. എരുമേലിൽ മഹമ്മദീയരുടെ ഒരു ബാബര് പള്ളി ഉള്ളതാണ് അതിന് ഹേതു. ബാബുരൻ ഒരു ശിവഭൂതവും ഭഗവാന്റെ അംഗരക്ഷകനും പരിവാര ദേവതയും ആകുന്നു. ഇത് വിശദമായി ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ ആകാരൊക്കെ അപ്പം ഇത് ശിവഭൂതഗണം നമുക്ക് ഇതിനെ ബാബുരനായിട്ട് തന്നെ നമുക്ക് സങ്കല്പിക്കാം. ശിവഭൂതഗണം അല്ലേ ഇത്? ശരിക്കും ശിവഭൂതഗണമാണ് നമ്മൾ ഈ പരിവാര ദേവതയാണ്. അതെ, ഓരോ പ്രദേശത്തിൻ്റെ അടിസ്ഥാനമാക്കി ചില പ്രദേശത്തെ വാമൊഴി അവരുടെ നാടൻ ഭാഷയൊക്കെ കലർത്തിയായിരിക്കും ഈ അത് പേരിടുന്നത്. അങ്ങനെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതേപോലെ നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം ഇതല്ല. ഇപ്പം ഇവിടെ നിന്നൊരു 2 ഫർലോങ് കിഴക്കോട്ട് പോയാൽ ആറ്റിൻ്റെ തീരത്ത് ഇപ്പോഴാ മണിമലയാർ, ഇത് മണിമലയാർ ഇതിൻ്റെ തെക്ക് വശത്തോടെ ഈ ആറ്റ് തീരത്ത് തന്നെ ഇപ്പോൾ ഒരു തൂക്കുപാലമുണ്ട്. തൂക്കുപാലത്തിൻ്റെ വടക്കോട്ട് മാറി ഒരു 50 മീറ്റർ വടക്കോട്ട് മാറി ഇതിൻ്റെ മൂലസ്ഥാനത്ത് ഒരു ശിവലിംഗം ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും നിൽപ്പുണ്ട് ശിവലിംഗം. ബാക്കിയെല്ലാം ക്ഷേത്രമൊക്കെ പൊളിച്ചു പോയതാണ്. ശിവലിംഗം ഇപ്പോഴും നിൽപ്പുണ്ട്, കാണാം. നമുക്ക് അവിടെ വരെ പോയാൽ കാണാം. ശിവലിംഗം ഇപ്പോഴും നിൽപ്പുണ്ട്. ഇവിടുത്തെ കൊടിയേറ്റുണ്ടെന്ന് ധനുമാസത്തിൽ തിരുവാതിരയാണ് ഇവിടെ
കൊടിയേറ്റിൻ്റെ അന്ന് വൈകിട്ടാണ് കൊടിയേറുന്നത്. ഉച്ചയ്ക്ക് കാവടിയാട്ടമുണ്ട്. കാവടിയാട്ടം കഴിഞ്ഞിട്ട് ക്ഷേത്രത്തിൽ നിന്ന് അവിടെ പോയി ആചാരമനുസരിച്ച് മൂലസ്ഥാനത്തൊരു വിളക്ക് കത്തിക്കുന്ന പതിവ് ഇപ്പോഴും ഉണ്ട്. എല്ലാ വർഷവും ഉണ്ട്. എല്ലാ വർഷവും ഉണ്ട്. അത് വിളക്ക് കത്തിച്ച് നമ്മൾ പോരും. അങ്ങനെ അത് ശരിക്കും പറഞ്ഞാൽ കാട് കയറിയൊക്കെ കിടക്കുക. അന്ന് പോയും തെളിക്കും, അത്രേ ഉള്ളൂ. ശാസ്താംഗം എന്ന് പറഞ്ഞ സ്ഥലം അതാണ്. ശാസ്താംഗരല്ല, അത് ഇതിൻ്റെ മൂലസ്ഥാനം, ഈ ശിവക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം. ഇത് പരദേശികളായിരുന്ന പത്തല്ലത്തിൽ പോറ്റുമാരുടേതായിരുന്നെന്നും അവരിങ്ങനെ വന്ന കൂട്ടത്തിൽ ഓരോ പഴയ കാലത്തെ ഈ ജലമാർഗമുള്ള ഗതാഗതമാണ് ഉണ്ടായിരുന്നത്. കരയ്ക്കൂടെ വാഹനങ്ങളൊന്നും. അപ്പം വള്ളത്തേലൊക്കെ വന്നും ഈ കച്ചവടങ്ങളൊക്കെ അങ്ങനെ ആയിരുന്നു. അപ്പോൾ ആറ്റുതീരമാണ് പ്രധാനമായിട്ട് പട്ടണങ്ങളിലൂടെ വരുന്നത്. അങ്ങനെ വന്ന് അവരുടെ ദേവതയെ കൊണ്ടുവന്ന് ആറ്റുതീരത്ത് തന്നെ അവിടെ പ്രതിഷ്ഠിച്ചെന്നും അങ്ങനെ അവിടെ വെള്ളം പൊങ്ങിക്കയറി ഈ ശ്രീകോവിലിൽ വെള്ളം കയറി കഴിഞ്ഞപ്പം പൂജ മുടങ്ങിയപ്പോൾ അന്നത്തെ അവിടുത്തെ പൂജാരി എന്തോ മനന്നൊന്ന് പ്രാർത്ഥിച്ചപ്പം ഇവിടെ ഇപ്പം ഈ ക്ഷേത്രം ഇരിക്കുന്ന സ്ഥലത്ത് ഒരു കൂവള നിപ്പുണ്ട്. ആ കൂവളത്തറയെ പൂജ ചെയ്തോളാൻ സ്വപ്ന ദർശനം ഉണ്ടായി. അങ്ങനെയാണ് ഇവിടെ വന്ന് പൂജ ചെയ്തതും പിന്നീട് ഇവിടെ ഈ ക്ഷേത്രമായി. ഇത് ഉയർന്ന സ്ഥലം, ഇത് വളരെ ഉയർന്ന സ്ഥലമാണ്. ഇതിന് കുന്നും ഭാഗം എന്നാണ് പറയുന്നത്. ഇവിടെ ഉള്ളത് ഏറ്റവും ഉയർന്ന സ്ഥലം, ഏറ്റവും ടോപ്പാണ്. അപ്പം ഇവിടെ കൂവളത്തുന്തറയിൽ പൂജയും തുടങ്ങി. പിന്നീട് വന്ന് ഇവിടെ ക്ഷേത്രം മാറ്റി പണിയുകയാണ് ചെയ്തത്. ഇപ്പോഴും അവിടെ ഈ ശിവലിംഗം അവിടെ ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ശിവലിംഗം അവിടെ ഉണ്ട്. ആ പറമ്പിൽ ക്ഷേത്രത്തിൻ്റെ പഴയ ഓടിൻ്റെയൊക്കെ അവശിഷ്ടമൊക്കെ അവിടെ കാണാനും ഉണ്ട്. പിന്നെ അതേപോലെ ഇതിന് നേരെ അക്കരെ ഈ പറഞ്ഞ ശാസ്താംകോയിലും ക്ഷേത്രത്തിൻ്റെ പഴയ കല്ലുകൾ കാണാനുണ്ട്. അതുകൊണ്ട് അങ്ങനെ അന്യാധീനപ്പെട്ടു പോയി. അതിൻ്റെ കിഴക്ക് ഇപ്പോഴും അന്ന് പറഞ്ഞു കേട്ടിട്ടുള്ളത്, അതും എനിക്ക് നേരിട്ടറിയില്ല, പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇപ്പോഴും ഈ വാവർ താമസിക്കുന്ന ഭാഗം വടക്കൊരു കച്ചവടക്കാർ വന്ന് പട്ടാണിപ്പീടി എന്നാണ് പറയുന്നത്. പട്ടാണികൾ വന്ന് കച്ചവടം ചെയ്ത സ്ഥലമാണെന്ന് പറയുന്നുണ്ട്. അതിൻ്റെ പീടികളുടെയൊക്കെ ഭാഗങ്ങൾ അവിടെ കാണാനുണ്ടായിരുന്നു. അതൊന്നും ഇപ്പോഴില്ല. അന്ന് ഈ മുൻവശം ഊരിയെടുക്കുന്ന പലകയൊക്കെ അതൊക്കെ ഇപ്പോഴില്ല. ആ കെട്ടിടമൊക്കെ പോയി. ചേട്ടാ, പിന്നെ ഓരോ ഈ വാവനുമായിട്ട് ബന്ധപ്പെട്ട കുറേ അധികം കഥകൾ അങ്ങനെ പറയുന്നുള്ളൂ. അതിനകത്ത് ഒരു കഥ ഞാൻ ചേട്ടനെ വായിച്ചേൽപ്പിക്കാം. ഈ ശബരിമലയിൽ വരുന്ന ഭക്തർക്ക് തണുപ്പിനെ പ്രതിരോധിക്കാനായി ചുക്കുകാപ്പിയും കുരുമുളകും കർക്കടവും ചേർത്ത് പൊടിച്ച പൊടിയും നൂറ്റാണ്ടുകളായ വാവരിൻ്റെ പിൻഗാമികൾ നൽകി പോന്നു. ഇതിനിടെ കുടുംബം വളയത്തു നിന്നും കാഞ്ഞപ്പള്ളിയിലേക്ക് താമസം മാറി. 18-ാം നൂറ്റാണ്ടിൽ വാവരൻ്റെ കുടുംബത്തിലെ ഏക അവകാശിയായ പെൺകുട്ടി ഒരു മുഹമ്മദിനുമായി ഇഷ്ടത്തിലായി വിവാഹം കഴിച്ചു. വിവാഹത്തിന് ശേഷം കാഞ്ഞപ്പള്ളിയിൽ നിന്ന് പത്തനംതിട്ടയിലെ വായ്പൂരിലേക്ക് താമസം മാറ്റിയ പെൺകുട്ടിയെ ഭർത്ത വീട്ടുകാർ മതം മാറ്റി തട്ടയിടിച്ച് പാത്തുമ്മ എന്ന പേര് നൽകി. വാവൂരിൻ്റെ കുടുംബം അന്യം നിന്ന് പോയതിനാൽ പാത്തുമ്മയുടെ സന്തതി പരമ്പരക്ക് ശബരിമലയിൽ വാവൂരിൻ്റെ കുടുംബത്തിനുണ്ടായ അവകാശങ്ങൾ നൽകിക്കൊണ്ട് അന്നത്തെ തന്ത്രി കൃഷ്ണൻ കണ്ഠരര് അനുവദിച്ചു കൊടുത്തു എന്ന് അങ്ങനെയൊന്ന് പറയുന്നുണ്ട്. പിന്നെ വേറൊന്നുണ്ട്. മാളികപ്പുറത്ത് അന്നുണ്ടായിരുന്ന വാവൂർ സ്വാമി ക്ഷേത്രം 1900-ലെ അഗ്നിബാധയ്ക്ക് ശേഷം 18-ാം പടിക്ക് താഴെ പ്രതിഷ്ഠിക്കപ്പെട്ടു. 1950 വരെ അവിടെ വാവൂർ സ്വാമി ക്ഷേത്രം ഉണ്ടായിരുന്നു. അങ്ങനെ ഓരോന്നുണ്ട്. പിന്നെ ഒന്നുണ്ട്, എരുമേലിയിൽ ഓടുമേഞ്ഞ മറ്റൊരു വാവൂർ സ്വാമി ക്ഷേത്രം ഉണ്ടായിരുന്നതായി പറയപ്പെടുന്നു. ഈ ക്ഷേത്രം വാവൂരിൻ്റെ മതം മാറിയ കുടുംബമാണ് പരിപാലിച്ച് പോകുന്നതെന്നൊക്കെ ഇങ്ങനെ ഒരു വാമൊഴി ഇതിനൊക്കെ പറയുന്നുണ്ട്. 1950-ലെ അഗ്നിബാധ വരെ 18-ാം പടിക്ക് താഴെ വാവൂർ ക്ഷേത്രം ഉണ്ടായിരുന്നു. പിന്നീടത് കാണാനില്ല. ക്ഷേത്രം അപ്രത്യക്ഷമായി. എരുമേലി ക്ഷേത്രം പുനർനിർമ്മാണം കഴിഞ്ഞ ശേഷം വാവറപള്ളി എന്നറിയപ്പെടാൻ തുടങ്ങി. അപ്പം 2000-ന് ശേഷം വാവറപള്ളി നായനാർപള്ളിയായി എന്നതിലാണ് അറിയപ്പെട്ടത്. പിന്നെ കൊട്ടാരത്ത് ശങ്കുണ്ണിയുടെ ഐതിഹ്യമാലയിൽ മാളികപ്പുറത്ത് ഉണ്ടായിരുന്ന വാവൂർ സ്വാമി ക്ഷേത്രത്തെ പറ്റി പറയുന്നുണ്ട്. 1945-ലും കുറുമാളൂർ നാരായണപിള്ള രചിച്ച ശ്രീബോധനാഥ സർവസ്വം എന്ന പുസ്തകത്തിൽ 18-ാം പടിക്ക് താഴെ വാവൂർ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയതായി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലെ അദ്ദേഹം ക്ഷേത്രത്തിൽ ദർശനം നടത്തിയായിട്ട് പറയുന്നുണ്ട്. വാവൂർ ക്ഷേത്രത്തിൽ ദർശനം നടത്തിയായിട്ട് പറയുന്നുണ്ട്. അതായത് 1818-ൽ ശബരിമലയിലും പ്രാന്തപ്രദേശം സഞ്ചരിച്ച ഒരു ഇംഗ്ലീഷ് ചരിത്രകാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് ലെഫ് BS വാർഡ്. അദ്ദേഹം പറയുന്നത് ശബരിമലയ്ക്ക് 4000 വർഷത്തെ പഴക്കമുണ്ടെന്ന് പറയുന്നത്. 4000 വർഷം പഴക്കമുള്ള ശബരിമലയിൽ 1400 വർഷം പഴക്കമുള്ള ഒരു
ഇസ്ലാം മതവിശ്വാസി അവിടെ പറയുന്നത് എങ്ങനെ അവകാശം ഒരിക്കലും അത് വിശ്വസിക്കാനും പറ്റില്ല. 4000 വർഷം പഴക്കമുള്ള ക്ഷേത്രത്തിൽ 1400 വർഷത്തിന് മാത്രം പഴക്കമുള്ള ഇസ്ലാം മതവിശ്വാസി അവകാശമൊന്നും വരികയില്ല. അതിനെല്ലാം നമ്മുടെ പിന്നീട് ഇതൊക്കെ കള്ളത്തരം തന്നെയാണ്. അവിടുത്തെ വരുമാനം കണ്ടിട്ട് സാമ്പത്തിക ദുരാഗ്രഹം കൊണ്ട് വന്നിട്ടുള്ള കാര്യങ്ങൾ. അതെ 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 അതെ. അതിൻ്റെ ഒരു ഭാഗമാണ് അയ്യപ്പനെ അർത്തുങ്കപ്പള്ളിയും ബന്ധപ്പെടുത്തിയ ഒരു സാധനം ഉണ്ടാക്കി. ചുമ്മാ കള്ളക്കഥയാണ് ഇതെല്ലാം ഉണ്ടല്ലോ. നമ്മൾ ഈ അയ്യപ്പൻ ഒരു മതേതരൻ എന്നുള്ള സങ്കല്പം വരുത്താൻ വേണ്ടി ഓരോരുത്തരും ഓരോ കഥ ഉണ്ടാക്കുകയാണ്. അതിന് ശേഷവും നിലയ്ക്കപ്പള്ളിക്ക് വേണ്ടിയിട്ട് വാദം ഉണ്ടാക്കിയതും കുരിശു കുഴിച്ചിട്ടും രേഖകളുണ്ട്. അത് രേഖയുള്ളതാണ്. അതും അവിടുത്തെ ശബരിമല വരുന്ന അയ്യപ്പൻ്റെ അവിടുത്തെ വരുമാനം കണ്ടിട്ട് പിന്നെ അന്തം പറഞ്ഞ് അല്ലേ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞപ്പോൾ ഇത് പണത്തിന് വേണ്ടിയിട്ട് ചെയ്ത ഒരു ആ അത്യാഗ്രഹത്തിൻ്റെ പേരിൽ വന്നിട്ടുണ്ട്. അർത്തുങ്കൽ പള്ളിയിൽ ഒരു വൈദികൻ ഉണ്ടായിരുന്നു, ഫാദർ ഫിനിഷ്യോ. അദ്ദേഹത്തെ ജനങ്ങൾ വെളുത്തച്ഛൻ എന്നാണ് വിളിച്ചിരുന്നത്. അപ്പോൾ ഈ വെളുത്തച്ഛൻ ചീരപ്പഞ്ചിറയിൽ പോയി കളരി പഠിക്കാൻ വന്നെന്നും അയ്യപ്പനുമായിട്ട് സൗഹൃദം സ്ഥാപിച്ചു എന്നൊക്കെ അങ്ങനെ ഒരു കഥ ഉണ്ടാക്കിയാണ് അർത്തുങ്കൽ പള്ളിയിലോട്ട് ഇവരെ കൊണ്ടുവന്നത്. ചീരപ്പഞ്ചിറയെ വെച്ച് പുരോഹിതനും അയ്യപ്പനുമായിട്ട് ഭയങ്കര സുഹൃത്തായി. അതാണ് ശബരിമലയും ഈ അർത്തുങ്കപ്പള്ളിയായിട്ട് ബന്ധപ്പെടുത്തി ഒരു കഥയുണ്ടാക്കി ഹിന്ദുക്കളെ അവിടെ പോയി മാല ഊരിക്കുക, അയ്യപ്പ ഭക്തരെ മാല ഊരിക്കുക, ഇങ്ങനെ കുറേ കഥകൾ ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ട് അതെ ചേട്ടൻ. നമ്മൾ ആർക്കും വേണം ഇങ്ങനെ ഓരോ കഥ, ചേട്ടന് വേണ്ട ഒരു കഥ ഉണ്ടാക്കാം. അതാ ലാഭത്തിന് വേണ്ടിയിട്ട് കഥകൾ ഇങ്ങനെ ഉണ്ടാക്കാം. ഇതെന്ന് വെച്ചാൽ ഈ ശബരിമലയിലെ ഈ നടവരവ്, ഈ തീർത്ഥാടകരുടെ വരവൊക്കെ കാണുമ്പോഴേ അമിതമായ ജനപ്രവാഹം വരുമാനവും കണ്ടിട്ട് എങ്ങനെയും കുറെ പിടിച്ചു അതേ. പിന്നെയല്ലോ മറ്റ് മതവിശ്വാസികൾക്കും ശബരിമല ഒരു അസൂയോട് കാണുന്നുണ്ടാവാം. പക്ഷേ ഇപ്പൊ ശബരിമല കൊടുക്കുന്ന വഴിപാട് സാധനങ്ങളൊക്കെ എരുമേലി പള്ളിയിലും കൊടുക്കുന്നുണ്ട്. പിന്നെ വിഗ്രഹാരാധനയും ക്ഷേത്ര വിശ്വാസവും ഇല്ലാത്ത ഇതര മതസ്ഥരെ മുസ്ലിങ്ങള് ഇതൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞ കച്ചവടത്തിന്റെ അല്ല. ഇവരെയൊക്കെ ഏകദൈവ വിശ്വാസികളല്ലേ. അവരുടെ ഞങ്ങളുടെ മാത്രം ശരിയെന്ന് പറയുന്നത് അവര് അവകാശപ്പെടുന്നത് ശരിയല്ല. പിന്നെ നമ്മുടെ തനിമയെ നശിപ്പിക്കുക എന്നുള്ള ഒരു ഉദ്ദേശം ഉണ്ടായിരിക്കും. നമ്മുടെ വിശ്വാസത്തെ വെള്ളം ചേർക്കുക എന്നുള്ള അത് എല്ലാവർക്കും ഒരു ലക്ഷ്യം വെക്കുന്നുണ്ടല്ലോ. അതിൻ്റെ പിന്നിലുള്ള ഒരു ആലോചനയുണ്ട്. അതിപ്പോൾ അറിയാം, അത് ഈ മറ്റുള്ളവർ ചെയ്യുന്നത് ഹിന്ദു നാമധാരികളെ ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത്. ഈ ഇപ്പം ജമാഅത്തെ ഇസ്ലാമി ആണെങ്കിൽ പത്രപ്രവർത്തന അരുൺകുമാറിനെ മുൻനിർത്തിക്കൊണ്ടാണ് നമ്മുടെ വിശ്വാസത്തിനെതിരെ. അതെ, അരുൺകുമാർ എന്ന് പറഞ്ഞാൽ അയാളൊരു അന്യമതമാണ്, അയാളൊരു മുസ്ലിം അല്ല. അപ്പോൾ ജമാഅത്തെ ഇസ്ലാമി അയക്ക് പണം കൊടുത്തിട്ട് നമ്മളെ എതിർക്കുക, അപ്പം നമ്മുടെ എഴുത്തി കാണിക്കുക. അവസരത്തിൽ നമ്മളെ കിട്ടിയ അവസരം നമ്മളെ ഇകഴ്ത്തുക, നമ്മളെ മോശമായിട്ട് തിരിഞ്ഞ ഭഗവത്ഗീതയെക്കുറിച്ച് മോശം പറയാം. വിമർശിക്കുന്നതിന് കുഴപ്പമില്ല, അധിക്ഷേപിക്കുന്നത് തെറ്റാണ്. നമ്മുടെ ഓരോന്നും നമ്മുടെ ആ വിശ്വാസത്തിനെ കോട്ടം വട്ടമുള്ള കാര്യങ്ങൾ. കേരളത്തിൽ അങ്ങനെ ഒത്തിരി ഹിന്ദു നാമധാരികളായ കുറേ മാധ്യമപ്രവർത്തകരും ബുദ്ധിജീവികളും സംസ്കാരനായരൊക്കെ ഈ ജമാഅത്തെ ഇസ്ലാമിയിൽ നിന്നൊക്കെ പണം വാങ്ങി നമ്മളെ ഇകഴ്ത്തുന്ന, നമ്മളെ വക്രീകരിക്കുന്ന, നമ്മുടെ വിശ്വാസങ്ങളെ മലിനമാക്കുന്ന ഒത്തിരി നടപടിയുണ്ട്. നിലയ്ക്ക് കുരിശി ഒഴിച്ചിട്ടത് പോലും അവിടുത്തെ കച്ചവടക്കാരുടെ നായരായിരുന്നു. അതെ അതെ അതെ, അതതിൻ്റെ കാര്യം. അത് ശരിക്കും അത് അത്തരം ഈ കപട മുഖങ്ങളെയാണ് നമ്മൾ ശരിക്കും പേടിക്കുന്നത്. അല്ല, പണത്തിന് വേണ്ടിയിട്ട് നമ്മളെ തന്നെ നശിപ്പിക്കുന്ന ആ ഒരു പാരമ്പര്യമുണ്ട്. ഓക്കെ, അപ്പോൾ ഞങ്ങളുടെ ബാബറിനെ അന്വേഷിച്ചുള്ള യാത്രയുടെ ഇന്നത്തെ ഇതിവിടെ അവസാനിക്കുകയാണ്. ഞങ്ങളുടെ യാത്ര അവസാനിക്കുന്നില്ല. ബാബറിനെ തേടിയുള്ള യാത്ര ഞങ്ങൾ തുടരുകയാണ്. എത്ര ദൂരം പോയും ബാബറിൻ്റെ സത്വം തേടിയുള്ള യാത്രയിലാണ് ഞങ്ങൾ. നിങ്ങൾക്ക് ബാബറിനെ കുറിച്ച് എന്തെങ്കിലും നിങ്ങളുടെ നാട്ടുമ്പുറങ്ങളിലുള്ള ഐതിഹ്യങ്ങളും വിശ്വാസങ്ങളും കഥയുമൊക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളെ അറിയിക്കുക. ഞങ്ങൾ എടുക്കും. അപ്പോൾ ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ബാബറിനെ തേടിയുള്ള യാത്ര ഞങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും.